അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വല്ലത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്ദനായ ഗുരുനാഥന്മാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വഴിതെറ്റുന്ന സമൂഹം, വഴികാട്ടുന്ന ഇസ്ലാം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. ആധുനിക സമൂഹം വഴിപിയച്ചു കൊണ്ടിരിക്കുകയാണ്. നന്മയുടെ ട്രാക്കിലൂടെ സഞ്ചരിക്കേണ്ടവർ തിന്മകൾക്ക് അരുപറ്റിയാണ് സഞ്ചരിക്കുന്നത്. വളരുന്ന തലമുറ മുതൽ യുവ സമൂഹവും വൃദ്ധജനങ്ങളുമൊക്കെ വഴിമാറി സഞ്ചരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മദ്യപാനം യുവാക്കൾക്ക് ഹരമാണെന്ന് വിദ്യാർത്ഥികൾക്ക് സ്റ്റാറ്റസിന്റെ സിംബലുമായിരിക്കുന്നു. വ്യഭിചാരം മറ്റു അനാവശ്യ കാര്യങ്ങളിലുമൊക്കെ സമൂഹത്തിന്റെ ഏത് മേഖലയിലുള്ളവരും സജീവമാണ്. കുടുംബ ബന്ധം മറ്റു സാമൂഹിക കൂട്ടായ്മകൾക്കുമൊക്കെ മുമ്പെങ്ങുമില്ലാത്ത വിധം വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. അരുതായ്മകൾ കോരം ചേർന്ന് നടക്കുന്നതിൽ സ്ത്രീ സമൂഹം പിറകിലല്ലെന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത്. ഇവിടെയെല്ലാം വ്യക്തവും യുക്തവുമായ കാര്യങ്ങൾ ഇസ്ലാം നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ നിയമ നിർദ്ദേശങ്ങൾ ലംഘിക്കുക എന്നത് അധികാര്യമല്ല. ഏത് കാര്യത്തിലായാലും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രസക്തമുണ്ട്. മദ്യത്തിന്റെ കാര്യം തന്നെ എടുക്കാം. അൽ-ഖംറു മിഫ്താഹു കുല്ലി ശർറിൻ, മദ്യം എല്ലാ തിന്മകളുടെയും താക്കോലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരം നീചവും നികൃഷ്ടവുമാണെന്ന് ഇസ്ലാം വിളംബരം ചെയ്തു. എന്നാൽ ആധുനിക മുസൽമാന്മാർക്ക് യാതൊരു മനസാക്ഷിത്വം അനുഭവപ്പെടുന്നില്ല. എന്നാൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു തള്ളുന്നതിൽ ആധുനിക മുസൽമാന്മാർക്ക് യാതൊരു മനസാക്ഷിത്വം അനുഭവപ്പെടുന്നില്ല. തിന്മകളാൽ അവരുടെ ഹൃദയം കടുത്തുപോയിരിക്കുന്നു. 6-ാം നൂറ്റാണ്ടിന്റെ ജനസമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. സർവ്വ തിന്മകളാൽ കടുത്തുപോയൊരു ഹൃദയമാണ്, നീചവും നികൃഷ്ടവുമാണെന്നാണ് നാം അവരെ വിലയിരുത്തുന്നത്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. സത്യവും അസത്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്തപ്പോൾ സത്യം ഉൾക്കൊള്ളാൻ അവർ തയ്യാറായി വന്നു. മാത്രമല്ല, നന്മ മാത്രം ചെയ്യുന്ന ഒരു ജീവിതം നയിക്കാൻ അവർക്ക് യാതൊരു മനപ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മളോ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവരെ പോലെ ജീവിക്കുന്നു. വഴിതെറ്റുന്ന സമൂഹത്തിന് ഇസ്ലാം നന്മയുടെ വഴി കാണിച്ചു കൊടുക്കുന്നു. ആദിത്യ വിജയത്തിലേക്ക് ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുന്നു. എന്നാൽ നാം ഇപ്പോഴും ബോധവാന്മാരല്ല. പാശ്ചാത്യർ പോലും ഇസ്ലാമിലേക്ക് ദിനം പ്രതി കടന്നു വരുമ്പോൾ പാശ്ചാത്യർ പോലും ഇസ്ലാമിലേക്ക് ദിനം പ്രതി ഓടിയെടുക്കുമ്പോൾ നാം ഇസ്ലാമിൽ നിന്ന് ഓടി അകലുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ബെർണാഡ് പറയുന്നത്, ഇസ്ലാം ഈസ് ദ ബെസ്റ്റ് റിലീജിയൻ ബട്ട് മുസ്ലിംസ് ആർ ദ വേഴ്സ്റ്റ് പീപ്പിൾ. ഇസ്ലാം ഏറ്റവും നല്ല മതമാണ്, പക്ഷേ മുസ്ലിംകൾ ഏറ്റവും ചീത്തയാണ്. നന്മ മാത്രം ചെയ്യുന്ന ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അക്ഷരം ബി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയമുള്ള ഉസ്താദുമാരെ, അധ്യക്ഷരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മഹത്തായ ഈ വേദിയിൽ അവിടുത്തെ ജന്മദിനാഘോഷത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
പ്രിയമുള്ളവരെ, ലോകമാകെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദകരമായ സമയമാണിത്. കണ്ണും കാതും കൂർപ്പിച്ചു വെച്ച ആർക്കും കാണാനും കേൾക്കാനും കഴിയാത്തതാണ് അവിടുത്തെ ജന്മദിനാഘോഷത്തിന്റെ ആരവങ്ങൾ. മണ്ണും വിണ്ണും തോരണങ്ങൾ കൊണ്ട് അലങ്കരിതമാണ്. ഗഗനനീലിമയിൽ നക്ഷത്രങ്ങൾ വർണ്ണമഴ പൊഴുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്താണ് ഇതിന് കാരണം? മറ്റൊന്നുമല്ല, ഈ ലോക സൃഷ്ടിപ്പിന് കാരണക്കാരനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ആഹ്ലാദം തന്നെ. ആ സ്നേഹ ഭൂമേനയോട് അല്പമെങ്കിലും സ്നേഹമുള്ള ഒരാളും ഈ മാസത്തിൽ ആഹ്ലാദകരിക്കാതിരിക്കുകയില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുനബി പിറന്നത്. അതെ, മക്ക എന്ന ഭൂമിയിലായിരുന്നു അവിടുത്തെ ജനനം. കലുഷിതമായ കാലം. മനുഷ്യർ ജീവിത ലക്ഷ്യം മറന്നു ജീവിച്ചു. അവരെ ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു തിരുതങ്ങൾ. അങ്ങനെയുള്ള ആ പൂമേനെ തന്റെ അനുയായികൾ ഒരിക്കലും മറന്നില്ല. സത്യവും അസത്യവും അവിടെ നിന്ന് പഠിപ്പിച്ചു. നന്മയും തിന്മയും വേർതിരിച്ചു കാണിച്ചു. അവിടുന്ന് പഠിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ലായിരുന്നു. മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളും ആ ജീവിതത്തിലൂടെ സമൂഹം മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരും അവരെ കണ്ടവരുമെല്ലാം അവിടുത്തെ പാത പിന്തുടർന്നു പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും അവർക്ക് ശേഷവും അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചതിന്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. പരത്തി പറയാൻ സമയം അനുവദിക്കുന്നതല്ല ഈ വേദി. അങ്ങനെയുള്ള ആ പൂമേനയെ നമ്മൾ ഒരുപാട് സ്നേഹിക്കണം, അനുസ്മരിക്കണം. അതിന് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബദറുദ്ദുജയും ഖമറുൽഹുദയും ഇഞ്ചോടിഞ്ച് പോരാട്ടം സൗത്ത് സുന്ന സ്റ്റുഡന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച മിസ്കി മദീന 25 സബ് ജൂനിയർ വിഭാഗത്തിന്റെ പ്രസംഗം മലയാളം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ സി. السلام عليكم ورحمة الله وبركاته. الحمد لله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم قل بفضل الله برحمته فليفرحوا خير مما يجمعون. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനത്തിന്റെ സന്തോഷ പ്രകടനത്തെ പേരിൽ നാം ഒരുമിച്ച് കൂടി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. മുത്തുനബിയുടെ കരുണ എന്ന വിഷയത്തെ ആസ്പദമായ കൽപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. കരുണക്കടലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ കരുണ അതിരുകൾ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ കരുണ മനുഷ്യർക്ക് മാത്രമല്ലായിരുന്നു ലഭിച്ചിരുന്നത്, സകലമാന ജന്തുജാലങ്ങൾക്കും ലഭിച്ചിരുന്നു. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ആലമീൻ. നബിയെ തങ്ങളെ ലോകർക്ക് കരുണവാനായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ലല്ലോ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതായി കാണാം. നമുക്ക് ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിൽ മലിനമാക്കുന്ന ഒരു ജൂതസ്ത്രീ ഉണ്ടായിരുന്നു. ഒരിക്കൽ പതിവ് ദർശിക്കാതിരുന്നപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ സ്ത്രീ രോഗിയാണെന്ന് അറിഞ്ഞ ഉടനെ നബി തങ്ങൾ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്ന് സന്ദർശിക്കുകയും രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട ജൂതസ്ത്രീ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിൽ പറയാനുള്ളത്. വയ്യരികിൽ വിറക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ നബി തങ്ങളെ വിറക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് അവിടെ വിറക് കൊണ്ട് വീട്ടിലെത്തിച്ച നേതാവ് മക്ക നിവാസികളുടെ ഉപദ്രവങ്ങൾ സഹിക്കാനാവാത്ത ത്വായിഫിലേക്ക് അഭയാർത്ഥിയായി പോയ സമയത്ത് അവിടുത്തെ ആളുകാർ നബി തങ്ങളെ കുട്ടികളെ കൊണ്ടും ഭ്രാന്തന്മാരെ കൊണ്ടും കല്ലെറിയിപ്പിച്ചപ്പോൾ നബി തങ്ങളുടെ തണ്ടൻകാലിൽ നിന്നും രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. കാല
കാലുഷ്യത്തിന്റെ കനലേറ്റുകൾക്കുണ്ടെങ്കിൽ കാരുണ്യത്തിന്റെ കൈലേസുമാകി കടന്നു വന്ന തിരുവസന്തത്തിന്റെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന വിശ്വഗുരുവിന്റെ വിശാല സ്നേഹത്തെ വിളിച്ചറിയിക്കുന്ന മിസ്കെ മദീന 2025 വേദിയിൽ സബ് ജൂനിയർ വിഭാഗത്തിന്റെ പ്രസംഗം മലയാളം തുടരുന്നു. അക്ഷരം ടി. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا المرسلين وعلى آل سيدنا. بسم الله والحمد لله والصلاة والسلام على بسم الله والحمد لله والصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ മുത്തുനബിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. പണ്ട് മദീനയിൽ വെച്ച് ഒരു പാവ ഉമ്മയും ഒരു ചെറിയ കൊച്ചുമകനും വന്നു നബിയെ കാണാൻ. ഉമ്മ സങ്കടത്തോടെ നബിയോട് പറയുകയാണ്, നബിയെ, അങ്ങൊന്ന് എൻ്റെ മകനെ ഉപദേശിക്കണം. എപ്പോഴും മധുരം തീറ്റിയാണ്, വേറെ ഭക്ഷണമൊന്നും വേണ്ടാവൻ. ഞങ്ങൾ ഇത് പോകാൻ എന്തൊക്കെ ചെയ്തു നോക്കി, ഒരു രക്ഷയുമില്ല. ഇനി അങ്ങ് ഉപദേശിച്ചാൽ മാത്രമേ അവൻ കേൾക്കുകയുള്ളൂ. അല്പം സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അവരോട് ഇങ്ങനെ, നിങ്ങൾ പോയിട്ട് പിന്നീട് വരൂ. അങ്ങനെ നാളുകൾ കഴിഞ്ഞു പോയി. പിന്നെ ഒരു ദിവസം ആ ഉമ്മയും ആ കൊച്ചുമകനും നബിയെ കാണാൻ മദീനച്ചാരത്തെത്തി. രണ്ടാമത്തെ തവണ വന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ അടുത്തിരുത്തി നന്നായി ഉപദേശിച്ചു. എന്നിട്ട് ആ കുട്ടിയുടെ കുസൃതിമെല്ലാം മാറി നല്ല മോനായി. അപ്പോൾ ആ ഉമ്മ നബിയോട് ചോദിച്ചു, നബിയെ, അങ്ങെന്തിനാ ഞങ്ങൾ ആദ്യ തവണ വന്നപ്പോൾ പറഞ്ഞയച്ചത്? അപ്പൊ നബി ഇങ്ങനെ പറയുന്നു, എനിക്കും നിങ്ങളെ മകന്റെ പോലെ നല്ല മധുരം ഇഷ്ടമായിരുന്നു. ആദ്യം സ്വന്തം പോരായ്മകൾ മാറ്റി നിർത്തി മറ്റുള്ളവരെ ഉപദേശിക്കണമെന്ന വലിയ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. വആഖിറു ദഅവാനാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മധുതേടി പറന്നുയരുന്ന ശലഭങ്ങൾ പോലെ ആശുക്കങ്ങൾ വന്നണയുന്ന നഗരം, പ്രണയിനികൾ പ്രാണനെ മറന്ന് പ്രേമകാവ്യം തീർത്ത പുണ്യ നഗരം, പ്രണയത്തിന്റെ പാരമ്പര്യയിൽ ഇമാം ബൂസൂരി തന്റെ വൃദ്ധയുടെ വരികളിൽ തുഷാരഹർഷം ചാർത്തിയ നാട്, ഉമറുൽ ഖാഹിരി അല്ലഫുൽ അലിഫിന്റെ പ്രണയത്തിന്റെ പുഷ്പങ്ങൾ വിരിച്ച മണ്ണ്, പ്രണയാശർ വഹിച്ച് യാ അക്രമൽ കുറമയിൽ ഉമർ ഖാലി സ്നേഹച്ചപ്പ് തുറന്ന നഗരം, ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ മണമുരുകി പാടിയ വശ്യമായ നാട്, കവികൾ ഒഴുകിയെത്തിയ നാട്, അന്തതലഅവിന്റെ ഇരടികളിൽ മംഗൂസ് മൗലിദ് രചിച്ച് സൈനുദ്ദീൻ മഖ്ദൂം നക്ഷത്രങ്ങൾക്കിടയിലെ പൗർണമിക്കുമപ്പുറം പ്രണയത്തിന്റെ സ്നേഹം സൂര്യനൊഴിച്ച വിശുദ്ധ ദേശം മദീന. അതേ, മിസ്കെ മദീന 2025 സബ് ജൂനിയർ വിഭാഗത്തിന്റെ പ്രസംഗം വേദിയിൽ തുടർന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ ഇ. പ്രിയമുള്ള അധ്യക്ഷരെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഈ മഹത്തായ വേദിയിൽ ഇസ്ലാമിക സൗഹാർദ്ദത്തെക്കുറിച്ച് ഞാൻ അല്പം പറയാം. വിശ്വാസികൾ പരസ്പര സൗഹാർദ്ദത്തിൽ കഴിയാമെന്ന് വിശുദ്ധ ഇസ്ലാമിക നിർബന്ധമുണ്ട്. കൂട്ടുകുടുംബങ്ങളും അയൽപക്ക ബന്ധങ്ങളും ഊട്ടിയുറപ്പിച്ചു വേണം സൗഹാർദ്ദം ദൃഢമാക്കാൻ. ആരുമായി സൗഹാർദ്ദം സ്ഥാപിക്കുകയാണെങ്കിലും ഇത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അല്ലാതിരുന്നാൽ അതിന് സ്ഥാനം ഉണ്ടാകുകയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൗഹാർദ്ദത്തിലായവർക്ക് അന്ത്യനാളിൽ പ്രത്യേക തണൽ ലഭിക്കും. സൗഹാർദ്ദത്തിലായവർക്ക്
അന്ത്യനാളിൽ പ്രത്യേക തണൽ ലഭിക്കും. സൗഹാർദ്ദം സ്ഥാപിക്കുന്നതിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രോത്സാഹനം നൽകിയിരുന്നതായി ചരിത്രത്തിൽ കാണാം. പുണ്യപുരുഷന്മാരെ സന്ദർശിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും ഏറെ പ്രോത്സാഹനം നൽകിയിരുന്നു. അസ്സലാമു അലൈക്കും. മിസ് കെ മദീന 2025 ആറാമത് മത്സരഫലം പുറത്തു വരുന്നു. ജൂനിയർ വിഭാഗത്തിന്റെ കഥാരചന. തേർഡ് പ്രൈസ് സൽമാൻ ഖമറുൽ ഹുദ 3 points. Another third prize Salih Badr Duja 3 points. Second prize Rabi'u Badr Duja 6 points. First prize and winner Muhammad MP Badr Duja 10 points. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സുദിനത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരാവശിഷ്ടങ്ങൾ കൊണ്ട് ബർക്കത്തെടുക്കുന്നതിന്റെ പുണ്യത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അസാധാരണ മനുഷ്യനായിരുന്നു. ലോകത്ത് ഒരു തുല്യതയില്ലാത്ത നേതാവായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ശരീരത്തിനും ഏറെ മഹത്വമുണ്ട്. ഇത് മനസ്സിലാക്കിയവരായിരുന്നു വലിയ ബുദ്ധിമാന്മാരായ സഹാബികൾ. ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി മുറിച്ചു മാറ്റി. ആ മുടി അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഏ അബൂ തൽഹ, ഇത് ജനങ്ങളിലേക്ക് കൈമാറുക. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അത് സ്വഹാബികളിലേക്ക് വീതിച്ച് കൈമാറി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയിലും വിയർപ്പിലും മറ്റ് അവശിഷ്ടങ്ങളിലും ബർക്കത്തുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് കുപ്പിയിലാക്കി വെക്കുമായിരുന്നു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഉമ്മു സുലൈം നീ കാണിക്കുന്നത്? അപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു പറയുന്നു, ബർക്കത്തിനും സുഗന്ധത്തിനും വേണ്ടിയാണ് മുത്തുനബിയെ ഞാൻ ഇത് കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വാഹിറുദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അക്ഷരം ജി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഈ ലോകം തന്നെ പടക്കാൻ കാരണദൂതരായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹനീയ വേളയിൽ തിരുനബി സ്നേഹം എന്ന വിഷയത്തിൽ അല്പം മാത്രം സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ തുറ നൽകട്ടെ. قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون عليه من والده وولده والناس أجمعين.
സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങളിൽ ഒരുത്തരും മുഅ്മിനാവുകയില്ല. ഇത് നമ്മെ മുത്തുനബി തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ബുസൂരി ഇമാമിയുടെ ഖസീദത്തുൽ മുഹമ്മദിയയിൽ ഉണർത്തുന്നുണ്ട്, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലാ ഉമമി. മുത്തുനബിയുടെ മധുഹുകൾ പാടിയും പറഞ്ഞും അവിടുത്തോടുള്ള സ്നേഹപ്രകടനം കൊണ്ട് അവിടുത്തേക്ക് നന്ദി ചെയ്യാനും ഉമ്മത്തിലെ ഓരോരുത്തർക്കും നിർബന്ധ ബാധ്യതയാണ്. മഹാന്മാരും സ്വാലിഹീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാവരും മുത്തുനബിയെ അങ്ങേയറ്റം സ്നേഹിച്ചവരായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന് ലോകത്തെ മുഴുവൻ ആളുകളെ ഈമാനിനേക്കാൾ ഭാരം കൂടാൻ കാരണം അവിടുന്ന് മുത്തുനബിയെ അങ്ങേയറ്റം സ്നേഹിച്ചു എന്നതായിരുന്നു. ഇതുപോലെ തന്നെ തങ്ങൾ വഫാത്തായപ്പോൾ അവിടുത്തെ കാണാത്ത കണ്ണുകൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇരു കണ്ണും കുത്തിപ്പൊട്ടിച്ച അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹും റൗള കവാടം തുറക്കപ്പെട്ട ഉമർ ഖാദിയോരും തിരു റൗളയിൽ വെച്ച് മുത്തുനബിയുടെ തൃക്കരങ്ങൾ നീട്ടിക്കൊടുത്ത റിഫായിഷയും എല്ലാം നമുക്ക് മാതൃകയാണ്. മുത്തുനബിയെ അങ്ങേയറ്റം സ്നേഹിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Next letter H. വേദിയിൽ അക്ഷരം H. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വേദിയിൽ സന്നിഹിതരായ മറ്റു ഉലമാക്കളെ, ഉമറാക്കളെ, സഹപാഠികളെ, തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സാമൂഹിക ജീർണതകൾ എന്നുള്ളതാണ്. നാം ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള പ്രിയരെ, ബുദ്ധിപരമായ ഉയർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന മനുഷ്യൻ മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അധാർമികതയുടെയും അനാചാരങ്ങളുടെയും കൂടപ്പിറപ്പുകളായി മാറിയിരിക്കുന്നു ഒരു സാഹചര്യമാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അക്ഷരം ഈ മത്സരം അവസാനിച്ചാലുടൻ സീനിയർ വിഭാഗത്തിന്റെ അറബി പ്രസംഗം വേദിയിൽ ഇറങ്ങുന്നു. അക്ഷരം ഐ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ മുതല്ലിം സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന സാഹോദര്യത്തെ കുറിച്ചാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബദറുദ്ദീൻ ഖമറുൽ ഹുദയം ഇഞ്ചോടിഞ്ച് ബറാബർ. 6 മത്സരങ്ങൾക്ക് ശേഷം പോയിന്റ് നില ഇങ്ങനെ വായിക്കാം. ഏതാനും നിമിഷങ്ങൾക്കകം നെക്സ്റ്റ് കോളേറ്റർ ജെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ മുതഅല്ലിം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഈ മഹനീയ മിലാദാഘോഷ വേളയിൽ സത്യനബി സ്ത്രീ വിമോചകൻ എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിറന്നയുടൻ പെണ്ണിന് മണ്ണ് വിധിച്ച, പെണ്ണിനെ ഒരു ഭോഗവസ്തുവായി മാത്രം കണ്ട അന്ധരും അന്ധമാനസരും ജീവിച്ചു പോന്ന അന്ധകാര യുഗത്തിലാണ് അന്ത്യപ്രവാചക ഉദയം കൊള്ളുന്നത്. കുഞ്ഞു പെണ്ണായാൽ അവരുടെ മുഖം ദേഷ്യം കൊണ്ട് കറുക്കുമായിരുന്നു എന്നാണ് ഖുർആൻ അടിവരയിട്ടത്. അത്തരത്തിലുള്ള മാർത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യദീനിന്റെ പവിത്ര മുത്തുകൾ വാരി വിതറിക്കൊണ്ട് സ്ത്രീകുലത്തിന് സ്വാതന്ത്ര്യം വിട്ട് വെട്ടിത്തെളിച്ചത്. കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ആയിരങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ ഇത് നിമിത്തമായി. ഇസ്ലാം പുലകിയ ശേഷം 5 പെൺതരികളെ ജീവനോടെ കുഴിച്ചു മൂടിയ കഥ സഹാബി വര്യൻ ദഹിയത്തുൽ ഖൽബി തങ്ങൾ പറഞ്ഞപ്പോൾ തങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞിരുന്നു. ഇസ്ലാം പെണ്ണിന് നൽകുന്ന സ്വാതന്ത്ര്യവും ബഹുമാനവും മറ്റൊരു മതവും നൽകുന്നില്ല. ഒരു പെണ്ണ് മകളാവുമ്പോഴും ഭാര്യയാവുമ്പോഴും ഉമ്മയാവുമ്പോഴും അത്യാദരവിനും ബഹുമാനത്തിനും അർഹയാണെന്നാണ് ഇസ്ലാമിക അധ്യാപനം. വല്ല മാതാപിതാക്കളും 2 പെൺമക്കളെ സുരക്ഷയും വിദ്യയും അന്നവും വസ്ത്രവും നൽകി പ്രായപൂർത്തിയിലെത്തിച്ചോ അവരും ഞാൻ സ്വർഗലോകത്ത് ഇപ്രകാരമാണെന്നാണ് 2 വീടുകൾ അടുപ്പിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊഴിഞ്ഞത്. ജാഹിലിയ സിസ്റ്റത്തെ ഇല്ലായ്മ ചെയ്ത് പെൺകിടാങ്ങളുടെ ഉയർത്തെഴുന്നേൽ പുണ്യം വെച്ചാണ് ഈ ഉത്തമ പ്രസ്താവന. ഭാര്യയാവുമ്പോഴും പെണ്ണിന് പൊന്നുവിലയുണ്ട്. ഈ ലോകത്തെ ഏറ്റവും മികച്ച വിഭവം ഉത്തമ ഭാര്യയാണെന്ന തിരുമൊഴി മുത്ത് അതിനൊരു ഉദാഹരണം മാത്രം. ഉത്കൃഷ്ട വിശ്വാസി തന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണെന്ന നബിവചനം മറ്റൊരു ഉദാഹരണം തന്നെ. മാത്രമല്ല അനാവശ്യമായി അവരെ അടിക്കലും അവരോട് കോപിക്കലും പാടില്ലെന്ന് അവിടുന്ന് ഉത്ബോധിപ്പിച്ചു. കൂടാതെ വിവാഹമൂല്യം കൈപ്പറ്റാനും ആവശ്യാനുസരണം തന്റെ ഇണയെ കണ്ടെത്താനും ഭർത്തൃപീഡനം അസഹ്യമാവുമ്പോൾ ഒഴിവാക്കാനും ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവും സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല. ഉമ്മയാകുമ്പോൾ പെണ്ണിന് കൂടുതൽ പവർ ഉണ്ട്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമുൽ ഉമ്മഹാത്ത്. മാതാവിന്റെ പാദത്തിനടിയിലാണ് സ്വർഗ്ഗ സ്വർഗ്ഗം എന്ന മൊഴിയും. ആരോടാണ് കൂടുതൽ കടമപ്പെട്ടിരിക്കുന്നതെന്ന സഹാബത്തിന്റെ ആവർത്തിച്ച ചോദ്യത്തിൽ ആദ്യം 3 തവണയും നിന്റെ ഉമ്മയോട് എന്ന പ്രവാചക പരാമർശവും ഉമ്മയാകുമ്പോൾ സ്ത്രീയുടെ മഹത്വം വിളിച്ചറിയിക്കുന്നു. യുദ്ധരംഗമെടുത്ത് സ്ത്രീകളെ ഒരിക്കലും ആക്രമിക്കരുതെന്ന് അനുജനെ പഠിപ്പിച്ച തിരുനബിയേക്കാൾ വലിയ സ്ത്രീ വിമോചകൻ വേറെ ആരുണ്ട്? വീടിന്റെ അകത്തളങ്ങളിലെ രാജ്ഞിയാണവൾ. ആരാധനക്കും ഉത്തമം അവൾക്ക് ഉള്ളവ തന്നെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് നമ്മുടെ ഉമ്മമാർക്കും സഹോദരിമാർക്കും പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അക്ഷരം കെ. ഈ മത്സരം സമാപിച്ചാലുടൻ സീനിയർ വിഭാഗത്തിന്റെ അറബി പ്രസംഗ മത്സരം വേദിയിൽ അരങ്ങേറുന്നു. വേദിയിൽ സബ് ജൂനിയർ വിഭാഗത്തിന്റെ പ്രസംഗം തുടരുന്നു. അക്ഷരം കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഉസ്താദുമാരെ, സഹപാഠികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മഹത്തായ വേദിയിൽ പ്രവാചകന്മാരെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യരെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കുന്നതിനും അവരെ സംസ്കരിക്കുന്നതിനുമാണ് അള്ളാഹു പ്രവാചകന്മാരെ ഭൂലോകത്തേക്ക് അയച്ചത്. വിവിധ ദേശത്തും കാലത്തുമായി 1 ലക്ഷത്തിലധികം പ്രവാചകന്മാർ വന്നുപോയി.
ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു അവൻ്റെ മതത്തെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തുന്നത്. ജനം തെറ്റിലേക്ക് വഴിമാറിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ജീവിത ലക്ഷ്യം മനുഷ്യർക്ക് വിസ്മരിച്ചു പോയൊക്കെ ഇതാവർത്തിച്ചു പോന്നു. ഓരോ പ്രവാചകന്മാർക്കും അവരുടെ കാലത്തിനും ദേശത്തിനുമായ യോജ്യമായ പ്രബോധനമാണ് നടത്തിയിരുന്നത്. ആരും മടങ്ങിയിരുന്നില്ല. അങ്ങാടികളിലും ആഘോഷവേദികളിലും ആൾക്കൂട്ടങ്ങളിലും പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു പോന്നു. പ്രബോധനവുമായി രംഗത്തിറങ്ങിയ പ്രവാചകന്മാരെ പൂമായിട്ടായിരുന്നില്ല ജനം സ്വീകരിച്ചത്. മർദ്ദനങ്ങൾ കൊണ്ടാണ് വരവേച്ചിരുന്നത്. മനുഷ്യരെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നും ആരാധനായ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നും അവർ ജനങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് ഈ നബി ദിനാവകാശ പരിപാടി കാരണമാക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. വാറുദവാനാനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അക്ഷരം السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദുമാരെ, എൻ്റെ ഭാഷണം ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഇത്തരുണത്തിൽ മരണവും മനാന്തരവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നോ നാളെയോ മരിച്ചു പോകുമെന്ന് നമ്മൾക്ക് പറയാൻ കഴിയുകയില്ല. മരണം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും വരാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അസ്സലാമു അലൈക്കും. ഈ മത്സരം അവസാനിച്ചാലുടൻ സീനിയർ വിഭാഗത്തിന്റെ അറബ് പ്രസംഗ മത്സരം വേദിയിൽ നടക്കുന്നു. മത്സരാർത്ഥികൾ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സബ് ജൂനിയർ വിഭാഗത്തിന്റെ പ്രസംഗം മലയാളം. കൊല്ലറ്റർ എം. Last call letter M on the stage. Judges, please note. Call letter M on the stage. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ മുതല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാരുണ്യക്കടലായ അന്ത്യപ്രവാചകൻ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുൻപിൽ രണ്ട് വാക്ക് സംസാരിക്കാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട നന്മയും തിന്മയും തിരിയാത്ത ഒരു കാലത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മയുടെ വെളിച്ചം പകരാനായി കടന്നു വന്നു. തൗഹീദിന്റെ ആമശബ്ദങ്ങൾ പാരിലാകെ മുഴങ്ങിയതിനാൽ തന്റെ നാടും വീട് വിട്ടു പോകേണ്ടി വന്നു ആ പ്രവാചകന്. എന്നിട്ട് പോലും തന്റെ നാട്ടുകാർ ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചു കൊടുത്തു പ്രവാചകൻ. ലോകം കണ്ട ഏറ്റവും വലിയ കരുണക്കടലാണ്. ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും ഞാനും എന്റെ മലക്കുകൾ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. മുഅ്മിനീങ്ങളെ നിങ്ങളും ചൊല്ലൂ എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് കുറച്ചു നേരം സ്വലാത്തിനായി മാറ്റി നിർത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടമാണ്. മുഅ്മിനീങ്ങളെ നാം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ആ കാലത്ത് മുത്തുനബി എന്തെല്ലാം സുന്നത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം നാം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വിധികർത്താക്കൾക്ക്